ഒരു ബോളിൽ 3 വിക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. നിതിൻ രഞ്ജി പണിക്കർ, കസബ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറാണ് നിതിൻ രഞ്ജി പണിക്കർ. ആ സ്റ്റോറി വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ടീസർ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കോണ്ടത്തിന്റെ പരസ്യത്തിന്റെ ഒരു ആഡ് പോലെ ആ ടീസർ തോന്നും. ഈദ് മോഹൻദാസ് സംവിധാനം ചെയ്ത് യാഷ് അഭിനയിച്ച ആ ടീസർ കാണാനായിട്ട്. ഇതിനകത്ത് ഇത് വിമർശനം വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് കസബ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഒരു പടത്തിന്റെ ഒരു വിഷയം എടുത്തിട്ട് ഈ പാർവതി തിലോത്ത്, റീമാക്ക് അല്ലെങ്കിൽ ഗീതു മോഹൻദാസ് ഇവരെല്ലാം കൂടെ മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അടുത്തിറങ്ങിയ വൺ ഓഫ് ദ I would not like to say major hit ആയിരുന്നു എന്ന്. You would all know ഏത് സിനിമയാണ്. I wouldn't want to say it. And one of Kasaba is a movie that I unfortunately watched. And with all due respect to all the technicians who worked in the film, I was definitely disappointed to watch an actor par excellence, whom many films of his have watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. Now, സിനിമ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന സംഭവമാണ്, സൊസൈറ്റി റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ പറയുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ശരിയാണ്, സത്യമാണ്.